Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ കൊറോണ റെൻഡർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത എൻ്റയർ 3D സീനുകൾ വീറെ 7ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ വീറെ 7ൽ നിന്നും 3D സീനുകൾ കൊറോണയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. വീറെ, കൊറോണ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകൾ 3D ഇൻഡസ്ട്രീസിലെ രണ്ട് ശക്തമായ റെൻഡർ എഞ്ചിനുകളാണ്. വ്യത്യസ്ത റെൻഡർ എഞ്ചിനുകൾ യൂസ് ചെയ്യുന്ന ഒരു ടീമായി 3D സീനുകൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും പ്രൊജക്റ്റുകളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഏതെങ്കിലും റെൻഡർ എഞ്ചിന്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നതിനോ ഇതുപോലെ 3D സീനുകൾ കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നതാണ്. 3D സീനുകൾ വളരെ ക്വിക്കായി കൊറോണയിൽ നിന്ന് വീറെ 7ലേക്കും അതുപോലെ വീറെ 7ൽ നിന്ന് കൊറോണയിലേക്കും എങ്ങനെ ട്രാൻസിഷൻ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. കൊറോണ റെൻഡറിൽ ക്രിയേറ്റ് ചെയ്ത ഒരു 3D സീൻ വീറയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൊറോണ, വീറെ തുടങ്ങിയ രണ്ട് റെൻഡർ എഞ്ചിനുകളും നമ്മൾ യൂസ് ചെയ്യുന്ന 3ds Maxൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ടതാണ്. കൊറോണ, വീറെ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളുടെ ട്രയൽ വേർഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിനായുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. കൊറോണ റെൻഡർ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു 3D സീനാണ് വീറെ 7ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി 3ds Maxന്റെ ഫയൽ മെനുവിൽ നിന്നും അസറ്റ് ട്രാക്കിംഗ് ഓപ്പൺ ചെയ്ത് ഈ 3D സീനിലെ എല്ലാ ടെക്സ്റ്റേഴ്സും ഈ സീനിൽ കറക്റ്റായി ലിങ്ക്ഡ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവിടെ അസറ്റ് ട്രാക്കിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റേഴ്സ് ഇതിൽ കറക്റ്റായി ലിങ്ക്ഡ് ആണെന്ന് ഈ ഒരു സ്റ്റാറ്റസിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും മാപ്പുകൾ മിസ്സിംഗ് ആയി കാണുകയാണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് പാത്ത് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റേഴ്സിനെ റീലിങ്ക് ചെയ്യേണ്ടതാണ്. ഇനി ഒരു അസറ്റ് ട്രാക്കിംഗ് ക്ലോസ് ചെയ്യാം. ഇനി റെൻഡർ സെറ്റപ്പ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഈ റെൻഡർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീറെ 7 എന്ന ഈ ഒരു റെൻഡർ എഞ്ചിൻ നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സീനിൽ റെൻഡർ സെറ്റപ്പിൽ വീറെ 7 നമ്മൾ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി 3ds Maxലെ മെനുവിൽ നിന്നും വീറെ എന്ന ഈ ഒരു മെനു ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി 3ds Maxന്റെ വീറെ എന്ന ഈ ഒരു മെനുവിൽ നിന്നും കൺവേർട്ടേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ കൺവേർട്ടേഴ്സിൽ വീറെ സീൻ കൺവേർട്ടർ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇവിടെ വീറെ സീൻ കൺവേർട്ടർ ഓപ്പൺ ആയി ലഭിച്ചിരിക്കുകയാണ്. സീൻ കൺവേർട്ടറിൽ ക്യാമറാസ് എന്ന ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഇതിൽ ആദ്യമായി കാണുന്നത്. ഈ ഒരു സെക്ഷനിൽ കൺവേർട്ട് ടു വീറെ ഫിസിക്കൽ ക്യാമറ എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഇതിൽ കാണുന്നത്. കൊറോണ സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന കൊറോണ ക്യാമറ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നതിലൂടെ വീറെ ഫിസിക്കൽ ക്യാമറയായി കൺവേർട്ട് ചെയ്യുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റാൻഡേർഡ് ഓട്ടോഡെസ്ക് ഫിസിക്കൽ ക്യാമറയാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൽ കൺവേർട്ട് ടു വീറെ ഫിസിക്കൽ ക്യാമറ എന്ന ഈ ഒരു ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അടുത്തതായി മെറ്റീരിയൽസ് എന്ന ഈ ഒരു സെക്ഷൻ നമുക്കിതിൽ കാണാവുന്നതാണ്. ഇതിൽ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് വീറയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷൻസ് ആണ് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഓപ്ഷൻസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. കൊറോണ ഫിസിക്കൽ മെറ്റീരിയൽ എന്ന ഈ ഒരു സെക്ഷനിൽ ലുക്ക് പ്രിസർവിംഗ് കൺവേർഷൻ എന്ന ഈ ഒരു ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകൾ ഡിഫോൾട്ടായി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജനറൽ ഓപ്ഷൻസ് എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. കൺവേർട്ട് സെലക്റ്റഡ് നോഡ്സ് ഓൺലി എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മോഡലുകളെ മാത്രമാണ് നമുക്കിതിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. നമ്മൾ ഈ ഒരു എൻ്റയർ 3D സീൻ വീറയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്കിതിൽ എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സ്റ്റാർട്ട് കൺവേർഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു 3D സീനിനെ കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ ഒരു എൻ്റയർ 3D സീൻ കൺവേർട്ട് ആകുന്നതായി ഇവിടെ കാണാവുന്നതാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെ 3D സീൻ ഇവിടെ വീറയിലേക്ക് കൺവേർട്ട് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ക്യാമറ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. കൊറോണ ക്യാമറയിൽ നിന്നും ഈ ക്യാമറ വീറെ ഫിസിക്കലായി കൺവേർട്ട് ആയതായി ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ ഈ ഒരു 3D സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സ്, മെറ്റീരിയൽസ് എല്ലാം വീറെയായി ഇവിടെ കൺവേർട്ട് ആയിരിക്കുകയാണ്. ചില ഒബ്ജക്റ്റുകളിൽ മെറ്റീരിയൽസ് ഇതുപോലെ ബ്ലാക്ക് ആയാണ് നമ്മളിവിടെ കാണുന്നത്.
ഇത് ചെക്ക് ചെയ്യുന്നതിനായി മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇനി പിക്ക് മെറ്റീരിയൽ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ഈ ഒബ്ജക്റ്റുകളിൽ ക്ലിക്ക് ചെയ്ത് ഇതിലെ മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് ഇതുപോലെ പിക്ക് ചെയ്തിരിക്കുകയാണ്. ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഷെയ്ഡ് മെറ്റീരിയൽ ഇൻ വ്യൂ പോർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിതിൽ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് എനേബിൾ ചെയ്യുമ്പോൾ വ്യൂ പോർട്ടിൽ നമുക്ക് ഈ ടെക്സ്റ്റേഴ്സ് ഇതുപോലെ വിസിബിൾ ആയിരിക്കുകയാണ്. ഇതുപോലെ ഈ 3D സീനിലെ ഓരോ മെറ്റീരിയൽസും സെലക്ട് ചെയ്ത് ഷോ ഷെയ്ഡ് മെറ്റീരിയൽ എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മെറ്റീരിയൽസിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുമാണ്. ഇതുപോലെ വളരെ ഈസിയായി കൊറോണയിൽ നിന്നും വീറയിലേക്ക് നമ്മൾ ഈ ഒരു എൻ്റയർ 3D സീൻ ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ്സ്, മെറ്റീരിയൽസ് തുടങ്ങിയവയിൽ നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് ചെയ്ത് ഈ ഒരു 3D സീൻ റെൻഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി വീറെ 7 യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു 3D സീനാണ് നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീനിനെ കൊറോണയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു സീൻ കൊറോണയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫയലിൽ നിന്ന് അസറ്റ് ട്രാക്കിംഗ് ഓപ്പൺ ചെയ്ത് ടെക്സ്റ്റേഴ്സ് മിസ്സിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും മാപ്സ് ഈ ഒരു സ്റ്റാറ്റസിൽ മിസ്സിംഗ് ആയി കാണുകയാണെങ്കിൽ ആ മാപ്പുകൾ സെലക്ട് ചെയ്ത് കറക്റ്റായി പാത്തുകൾ സെറ്റ് ചെയ്ത ശേഷം വേണം ഈ ഒരു സീനിൻ്റെ കൺവേർഷൻ കൊറോണയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ നമ്മളെ മാപ്സ് കറക്റ്റായി ലിങ്ക്ഡ് ആണെന്ന് ഈ സ്റ്റാറ്റസിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ്. ഇനി ഈ ഒരു അസറ്റ് ട്രാക്കിംഗ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം റെൻഡർ സെറ്റപ്പ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. റെൻഡർ സെറ്റപ്പിൽ റെൻഡർ എന്ന ഈ ഒരു ഓപ്ഷനിൽ വീറെ 7 ആണ് നമ്മളിവിടെ കാണുന്നത്. നേരത്തെ കൊറോണയിൽ നിന്ന് വീറയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ അതേപോലെ തന്നെ വീറയിൽ നിന്ന് കൊറോണയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായി വീറെ റെൻഡർ എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്യുന്ന 3ds Max വേർഷനിൽ ഇൻസ്റ്റാൾ ആയിരിക്കേണ്ടതാണ്. കൊറോണയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വീറെ 7 സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ആദ്യം വീറെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം റെൻഡർ എന്ന ഈ ഒരു ഓപ്ഷനിൽ കൊറോണ എന്ന റെൻഡർ എഞ്ചിൻ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ ഒരു സീനിൽ റെൻഡർ സെറ്റപ്പ് നമ്മൾ കൊറോണയായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു വ്യൂ പോർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഡ് മെനുവിൽ ഓപ്പൺ കൊറോണ കൺവെർട്ടർ എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇവിടെ കൊറോണ കൺവെർട്ടർ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിൽ ജനറൽ ഓപ്ഷൻസ്, വീറെ സ്പെസിഫിക് ഓപ്ഷൻസ്, കൺവേർഷൻസ്, ഇൻഡിവിജ്വൽ ടൂൾസ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിതിൽ കാണാവുന്നതാണ്. ഇവിടെ കൺവേർഷനിൽ എവറിത്തിങ് എന്ന ഓപ്ഷനാണ് ഡിഫോൾട്ടായി സെലക്ട് ആയിരിക്കുന്നത്. ഈ ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു എൻ്റയർ 3D സീൻ കൊറോണയിലേക്ക് കൺവേർട്ട് ചെയ്യാനായി യൂസ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു സീനിൻ്റെ കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനായി കൺവേർട്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളെ സീനിൻ്റെ കൺവേർഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കൺവേർഷൻ ഫിനിഷ്ഡ് എന്ന ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. വളരെ ക്വിക്കായി വീറയിൽ നിന്നും കൊറോണയിലേക്ക് ഈ ഒരു സീൻ കൺവേർട്ട് ആയിരിക്കുകയാണ്. ഇതിൽ മെറ്റീരിയൽസ്, ലൈറ്റ്സ് തുടങ്ങിയവ കൊറോണയിലേക്ക് കൺവേർട്ടായി ലഭിച്ചിരിക്കുകയാണ്. ഇനി മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്ത് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അപ്ഡേറ്റുകൾ ചെയ്ത് ഈ ഒരു സീൻ റെൻഡർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി കൊറോണയിൽ നിന്ന് വീറയിലേക്കും വീറയിൽ നിന്ന് കൊറോണയിലേക്കും 3D സീനുകൾ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.